കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഒരുപക്ഷേ കർണാടകയിലെ നിലവിലുള്ള മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് രാജിവെച്ചേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ DK ശിവകുമാറിനുണ്ട് എന്നും ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടു എന്നുമാണ് അന്തപുര വാർത്തകൾ. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് വൈകാതെ രാജിവെച്ചേക്കും, അത് ഇന്നുണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ 2.5 വർഷം പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ശിവകുമാറിന് നൽകണം എന്നുള്ള ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നുവെന്നും മറ്റുമാണ് DK ക്യാമ്പിൻ്റെ നീക്കം. ഇവിടെ സിദ്ധരാമയ്യ ഒരുപക്ഷെ രാജ്യസഭാ അംഗമായി പോയേക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രണ്ടിൽ എന്ത് വേണമെങ്കിലും സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. BB വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, എത്രയോ മാസങ്ങളായി തുടങ്ങിയതാണ് കർണാടകയിലെ ഈ അധികാരമാറ്റ തർക്കം. അത് ചില്ലറ പ്രശ്നമല്ല, നമുക്കറിയാം. ഹൈക്കമാൻഡ് സൃഷ്ടിച്ചിരിക്കുന്നത് അതൊരു പരിഹാരത്തിലേക്ക് അടുക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാമോ? രഞ്ജിത്ത്, 2.5 വർഷം എന്ന ഒരു ധാരണയായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. ആദ്യം സിദ്ധരാമയ്യ, തുടർന്ന് DK ശിവകുമാർ എന്ന ധാരണ. പക്ഷേ ഇതിപ്പോൾ 3 വർഷമാകുമ്പോഴും അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ സിദ്ധരാമയ്യ തയ്യാറാകുന്നില്ല. ഈ ഒരു തർക്കമാണിപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ സിദ്ധരാമയ്യ തിരികെ ബംഗളൂരുവിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ചർച്ചകൾ ഡൽഹിയിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കർണാടകയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും രാജ്യസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്, ആ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യമാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. DK ശിവകുമാർ കടുത്ത നിലപാടിലാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അതോടൊപ്പം തന്നെ PCC അധ്യക്ഷ സ്ഥാനവും ഒഴിയും എന്ന വിവരമാണ്. PCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ടുള്ള കത്ത് നൽകി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. സിദ്ധരാമയ്യ ആകട്ടെ പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കാം, എങ്കിലും DK ശിവകുമാറിന് നൽകില്ല എന്നൊരു നിലപാടിലാണ് സിദ്ധരാമയ്യയും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികളും അങ്ങനെ ഒരു നിലപാടിൽ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. കേരളത്തിൽ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് നീണ്ടുപോയത് തന്നെ വലിയ തോതിൽ ഹൈക്കമാൻഡിന് ക്ഷീണമുണ്ടാക്കിയിരുന്നു. വളരെ പെട്ടെന്ന് ഈ 3 പേരുകൾ ഉയർന്നു വന്നപ്പോൾ അതിൽ നിന്നും ഒരു പേര് കണ്ടെത്താൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞില്ല. അത്രമാത്രം ദുർബലമാണ് ഹൈക്കമാൻഡ് എന്ന ആക്ഷേപം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യ അവർക്ക് വലിയ പ്രാധാന്യമുള്ള ഒരിടമായി മാറുകയാണ്. 29-ലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതും ദക്ഷിണേന്ത്യയിലാണ്. അവിടെ തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയോട് സഖ്യത്തിലായി 5 MLA-മാരാണുള്ളത്. അവർക്ക് 2 മന്ത്രിസ്ഥാനം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. കർണാടകയിൽ അധികാരത്തിലുണ്ട്, തെലങ്കാനയിലുണ്ട്, കേരളത്തിലുണ്ട്. ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ കാര്യമായ സ്വാധീനമുള്ള കോൺഗ്രസിന് ഇവിടുത്തെ പടലപ്പിണക്കങ്ങളാണ് തലവേദനയാകുന്നത്. പാർലമെൻറ്റിൽ വലിയ തോതിൽ വിജയിച്ച് വരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അതിന് അനുകൂലമായ സാഹചര്യമല്ല ഈ സംസ്ഥാന തലത്തിൽ നിലനിൽക്കുന്നത്. നേതാക്കൾ തമ്മിലുള്ള ഈ പടലപ്പിണക്കം അത് വലിയ തോതിൽ നേതൃത്വത്തിന് തലവേദനയാകുന്നു. ഏതായിരുന്നാലും ഇന്ന് തന്നെ ഒരുപക്ഷെ തീരുമാനമുണ്ടാകും. വളരെ വൈകാതെ സിദ്ധരാമയ്യ രാജിവെച്ചേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ DK ശിവകുമാർ തന്നെ ആകുമോ മുഖ്യമന്ത്രി എന്നതിലാണ് ചോദ്യം അവശേഷിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിൽ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് DK ശിവകുമാർ എത്തിയിരുന്നു. അന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം, DK ശിവകുമാർ വേദിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ആർത്ത് വിളിക്കുന്ന നിലയിലേക്ക് കേരളത്തിൽ ഒരു പ്രതികരണം. പൊതുവിൽ ദക്ഷിണേന്ത്യയിൽ DK ശിവകുമാറിന് അങ്ങനെ ഒരു പ്രതിച്ഛായയുണ്ട്. കോൺഗ്രസ് പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലേക്കോ ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ BJP ഇതര സംസ്ഥാനങ്ങളിൽ ഈ തരത്തിലുള്ള ഏജൻസികളുടെ അന്വേഷണം വരുമ്പോൾ അതിനെയൊക്കെ ശക്തിയുക്തം എതിർത്ത ആളാണ് DK ശിവകുമാർ. DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ DK ശിവകുമാർ അതിശക്തനായി പുറത്തു വരികയും കർണാടകത്തിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയാത്തൊരു നിലയിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത്. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ DK ശിവകുമാറിനുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റമുണ്ടാകും. അവിടെയും പ്രശ്നമുണ്ട്. OBC വിഭാഗത്തിലാണ് സിദ്ധരാമയ്യ വരുന്നത്, പിന്നാക്ക വിഭാഗമാണ്. ആ വിഭാഗത്തിൻ്റെ ആ വോട്ട് ബാങ്കിനെ കൂടി തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വേണം കർണാടകയിൽ കോൺഗ്രസിന് പോകാൻ. തീർച്ചയായും അവിടെയാണ് അവിടുത്തെ KPCC കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യ വരുമോ എന്ന കാര്യം നോക്കി കാണേണ്ടത്. ഒരുപക്ഷെ അത്തരമൊരു ഫോർമുലയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കവും ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന് വിനോദ്, ഈ സിദ്ധരാമയ്യയുടെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നേക്കാം എന്നുള്ള സൂചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനെ മന്ത്രിയാക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തൻ്റെ തുടർച്ചയായക്കാരനായി തൻ്റെ പിൻഗാമിയായി മകനെ അവരോധിക്കാനുള്ള നീക്കം കൂടി സിദ്ധരാമയ്യ നടത്തുന്നത് കൂടി അംഗീകരിക്കണം
ഹൈക്കമാൻഡ് എങ്കിലാകും അദ്ദേഹം ഒരുപക്ഷെ വഴങ്ങുക, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. സിദ്ധരാമയ്യ തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ വിലപേശലാണ് നടത്തിയത്. ഒരുപക്ഷെ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന തരത്തിലുള്ള വലിയ പ്രചരണം കോൺഗ്രസിലുണ്ടാകുന്നു. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ, വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ വലിയൊരു കുതിപ്പ് അതുവഴി കോൺഗ്രസിന് ലഭിക്കും. കാരണം കുറച്ചുകൂടി ചെറുപ്പക്കാരനായ നേതാവ്, അല്ലെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായി കാര്യങ്ങളെ സമീപിക്കുന്ന, BJPയെ കൂടുതൽ ശക്തമായി എതിർക്കുന്ന ഒരു നേതാവ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതിച്ഛായ DK ശിവകുമാറിനുണ്ട്. മാത്രമല്ല ഒരു സംഘടനാ പാടവം, അദ്ദേഹത്തിൻ്റെ സംഘടനാ പാടവത്തെക്കുറിച്ചും വലിയ മതിപ്പാണുള്ളത്. കർണാടകത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രവർത്തനമല്ല. അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഇടപെടാറുണ്ട്, അവിടുത്തെ നേതാക്കളുമായി ആശയവിനിമയം നടത്താറുണ്ട്, ആ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയെടുക്കാറുണ്ട്. അങ്ങനെ വളരെ അധികം കോൺഗ്രസ്സുകാരുടെ പിന്തുണ നേടിയിട്ടുള്ള, അങ്ങനെ അവരുടെ പിന്തുണ ആർജിച്ചിട്ടുള്ള ഒരു നേതാവാണ് DK ശിവകുമാർ. DK ശിവകുമാർ ആദ്യം തന്നെ മുഖ്യമന്ത്രി ആകുമെന്ന ചില വിവരങ്ങളും സൂചനകളും അദ്ദേഹത്തിന് വേണ്ടി ആളുകൾ തെരുവിലിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധരാമയ്യ എന്നൊരു പേരിലേക്ക് കേന്ദ്ര നേതൃത്വം പോവുകയായിരുന്നു. അതിന് ഈ വോട്ട് ബാങ്കൊക്കെ തന്നെയാണ് അതിനൊരു പ്രധാന കാരണമായത്. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അതിനൊരു കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു നേതാവല്ല സിദ്ധരാമയ്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ ഊഴം ലഭിക്കുകയാണ്. അപ്പോൾ തന്നെ 2.5 വർഷം എന്ന ധാരണ ഉണ്ടാക്കുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ പല ഘട്ടങ്ങളിലായി ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള തർക്കങ്ങൾ പുറത്തു വരികയാണ്. പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നു, അവരെ ഹൈക്കമാൻഡ് വിളിപ്പിക്കുന്നു, അവിടെ ചർച്ച നടക്കുന്നു. ആ തരത്തിലൊക്കെ പോയി ഇപ്പോൾ 2.5 വർഷം പിന്നിടുമ്പോഴും ഒഴിഞ്ഞു കൊടുക്കാൻ സിദ്ധരാമയ്യ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഈ പരമേശ്വര മുഖ്യമന്ത്രി ആകണമെങ്കിൽ ആകട്ടെ എന്നൊരു നിലപാടിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ചില അനുനയ നീക്കങ്ങൾ ഹൈക്കമാൻഡ് നടത്തുന്നത്. DK ശിവകുമാറിനെ തള്ളിക്കൊണ്ട് മറ്റൊരു പേരിലേക്ക് പോയാൽ കർണാടകയിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ DK ശിവകുമാറെങ്കിൽ എങ്ങനെ സിദ്ധരാമയ്യയെ മറ്റൊരു തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യാം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജ്യസഭാ അംഗത്വം, PCC അധ്യക്ഷ പദവി, അതോടൊപ്പം തന്നെയാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മകന് മന്ത്രിസ്ഥാനം, ഇതെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു ഫോർമുലയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസവും KC വേണുഗോപാൽ ഇതൊന്നും അംഗീകരിച്ചില്ല. ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല, മറ്റു കാര്യങ്ങൾ കർണാടകയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന കാര്യമാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഏതായിരുന്നാലും തർക്കം നിലനിൽക്കുന്നു എന്നത് വ്യക്തമാണ് രഞ്ജിത്ത്. അതെ, കർണാടകയിലെ തർക്കം പരിഹരിക്കുക എന്നുള്ളത് ഹൈക്കമാൻഡിന് മുന്നിൽ മറ്റൊരു പ്രശ്നമായി നിൽക്കുകയാണ്. കേരളത്തിലെ നമുക്കറിയാം മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം ഡൽഹിയിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ കർണാടകയിലും വർഷങ്ങളായി നിൽക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയായി ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.